സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. അർജുൻ പീതാവരൻ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അർജുൻ, രാജ്യം സർവ്വസജ്ജമാവുകയാണ്. അതിർത്തിയിൽ ഉൾപ്പെടെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ വരെ ബങ്കറുകൾ തയ്യാറാക്കി അതിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യം മുൻപിൽ പ്രതീക്ഷിക്കുകയാണ്. പല നടപടികളും നടക്കുന്നു. അതിനിടയിലാണ് ഈ സംയുക്ത സൈനിക മേധാവിയും പ്രതിരോധ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. എത്ര നേരമായി പുരോഗമിക്കുന്നു? എന്തെല്ലാം കാര്യങ്ങളാകും ചർച്ചയിൽ വരിക? അക്ഷയ, യോഗം അല്പം മുൻപ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. 4 മണിക്കായിരുന്നു യോഗം ചേരുക എന്ന് പറഞ്ഞു. ഇപ്പോൾ യോഗം തുടങ്ങി ഏകദേശം 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ ഇതിനോടകം തന്നെ രാജ്നാഥ് സിംഗിന്റെ വസതിയിലെത്തിയാണ് ഇരുവരും ചേർന്നുള്ള ഈ യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഭാവി സൈനിക ഡിപ്ലോയ്മെന്റ്സ്, അത് വ്യോമസേനയുടെ ഭാഗമായാലും നാവികസേനയുടെ ഭാഗമായാലും അതുപോലെ തന്നെ കരസേനയുടെ ഭാഗമായാലും ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തതയോടുകൂടി ഇനി കൂടുതൽ കാര്യങ്ങൾ പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട്, അതെല്ലാം നടപ്പിലാക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിലവിൽ ചർച്ചയാകാൻ പോകുന്നത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. ഇന്ന് രാവിലെ ഈ കറാച്ചി തീരത്തിനോട് ചേർന്ന് വ്യോമസേന, പാകിസ്ഥാൻ വ്യോമസേന കൂടുതൽ ഡിപ്ലോയ്മെന്റുകൾ നടത്തുന്നു, അവരുടെ യുദ്ധവിമാനങ്ങൾ കൊണ്ടിടുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളും വിവരങ്ങളും ലഭിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനം അല്ലെങ്കിൽ ഇതിന്റെ കൂടി ചില നടപടികൾക്ക് ശേഷമാണ് ഇപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഇന്ത്യയിൽ രാജ്നാഥ് സിംഗ്, അതായത് കേന്ദ്ര പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ സംയുക്ത സേനാ മേധാവിയും കൂടുതൽ ചർച്ചയ്ക്ക് വഴിവെച്ചത് എന്നും ചില വിവരങ്ങളുണ്ട്. എന്തായാലും അതിർത്തി പ്രദേശങ്ങളിലേക്ക് കൂടുതൽ സൈനിക വിന്യാസത്തെ ഏർപ്പെടുത്തുന്നതും അതും ഏതൊക്കെ തരത്തിൽ വേണമെന്നുള്ളതും ഒപ്പം തന്നെ കശ്മീരിലെ അടക്കം സുരക്ഷാ സാഹചര്യം വിലയിരുത്തി മറ്റ് ഭാവി നടപടികൾ കൈക്കൊള്ളാനും തീരുമാനിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള ഈ കൂടിക്കാഴ്ച എന്ന് വ്യക്തമാവുന്നുണ്ട്. ഒപ്പം പല സൈനിക ബങ്കറുകളടക്കം വൃത്തിയാക്കുന്ന ചില നടപടികൾ പുരോഗമിക്കുന്നു. അതുകൊണ്ട് ഏതൊരു സാഹചര്യവും നേരിടാൻ വേണ്ടി സേന തയ്യാറായി നിൽക്കുകയാണ്, സജ്ജമായി നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് ഡിപ്ലോയ്മെന്റുകൾ കറക്റ്റായിട്ട് ഏതെല്ലാം മേഖലകളിൽ വേണമെന്നുള്ള കാര്യങ്ങളടക്കം ഈ യോഗത്തിൽ എന്തായാലും വിലയിരുത്തപ്പെടും.